ഇടതുമുന്നണിയെ സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റിലും UDFനായിരുന്നു മിന്നും ജയം. ആലപ്പുഴ മണ്ഡലം മാത്രമാണ് CPMന് ലഭിച്ചത്. ഈ നാണക്കേട് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതു പാർട്ടികൾ പ്രവർത്തനം നടത്തുന്നത്. BJP ഇത്തവണ കേരളത്തിൽ താമര വിരിയിക്കുമെന്ന വാശിയോടെയാണ് പ്രവർത്തനം. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കേരളത്തിലെത്തിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. കോൺഗ്രസ് ആകട്ടെ മുന്നണി ചർച്ചകൾ പൂർത്തിയായെങ്കിലും ചില സീറ്റുകളിൽ ധാരണയായിട്ടില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന് സംബന്ധിച്ച് ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ചിട്ടില്ല. രാഹുൽ കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കൾ തീരുമാനം അറിയിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇത്തവണ 15 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 16 സീറ്റുകളിലായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. എന്നാൽ UDF പാളയം വിട്ട് LDFിലേക്ക് വന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കോട്ടയം വിട്ടുകൊടുത്തതോടെയാണ് CPMന് ഒരു സീറ്റ് കുറഞ്ഞത്. കേരള കോൺഗ്രസ് 2 സീറ്റ് ചോദിച്ചെങ്കിലും ഒരു സീറ്റേ നൽകാനാകൂ എന്ന് ഇടതുമുന്നണി തീരുമാനമെടുത്തിരുന്നു. മറ്റു 4 സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. ഈ മാസം 10 മുതൽ 12 വരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും. കോൺഗ്രസും BJPയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചുള്ള യാത്രകളുടെ തിരക്കിലാണ്. ഈ സമയം കൊണ്ട് 20 മണ്ഡലങ്ങളിലും ശക്തമായ പ്രചാരണം നടത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി എന്ന പേരിലുള്ള യാത്ര ഈ മാസം 9-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഈ മാസം 12-ന് തലസ്ഥാനത്ത് സമാപിക്കും. യാത്രകൾക്ക് ശേഷം ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. സംസ്ഥാന സർക്കാർ നടത്തിയ നവകേരള യാത്രയെ മുൻനിർത്തിയാണ് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഇലക്ഷന് മുമ്പ് മറ്റൊരു യാത്ര വേണ്ടെന്ന തീരുമാനവും മുന്നണി കൈക്കൊണ്ടിട്ടുണ്ട്. നവകേരള യാത്ര നൽകിയ മൈലേജ് വളരെ വലുതാണെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. CPMന്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ പൂർത്തിയായി കഴിഞ്ഞു. ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് ചുമതല നൽകിയായിരുന്നു CPM പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. മുതിർന്ന നേതാക്കളെയാണ് ഇത്തവണ CPM കളത്തിലിറക്കുന്നത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. A വിജയരാഘവൻ പാലക്കാട്, KK ശൈലജ കണ്ണൂർ അല്ലെങ്കിൽ വടകര, തോമസ് ഐസക് പത്തനംതിട്ട, എളമരം കരീം കോഴിക്കോട്, M സ്വരാജ് പാലക്കാട്, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയ് ആറ്റിങ്ങൽ, നടൻ മുകേഷ് കൊല്ലം, C രവീന്ദ്രനാഥ് ചാലക്കുടി, TV രാജേഷ് കാസർഗോഡ്, ജോയ്സ് ജോർജ് ഇടുക്കി എന്നിവരെയാണ് CPM പരിഗണിക്കുന്നത്. ആലത്തൂരിൽ AK ബാലന്റെയും K രാധാകൃഷ്ണന്റെയും പേര് ചർച്ചയിലുണ്ടെങ്കിലും ഇരുവർക്കും മത്സരിക്കുവാൻ താല്പര്യമില്ല. LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPIയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ രൂപം നൽകി കഴിഞ്ഞിട്ടുണ്ട്. തലസ്ഥാന മണ്ഡലത്തിൽ കോൺഗ്രസിലെ ശശി തരൂരിനെ കടത്തിവിട്ടാൻ കരുത്തനായ ഒരാളെ നിർത്താനാണ് തീരുമാനം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പരിഗണിച്ചെങ്കിലും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതിനാൽ മത്സരിക്കുന്നില്ലെന്ന തീരുമാനത്തിലാണ്. എന്നാൽ പന്ന്യൻ രവീന്ദ്രന്റെ പേര് കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ CPM നിർദ്ദേശിച്ചിരുന്നു. പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താനില്ലെന്ന നിലപാടിലാണ് പന്ന്യൻ അറിയിച്ചത്. തൃശൂരിൽ VS സുനിൽകുമാറിനാണ് സാധ്യത. മുതിർന്ന നേതാവ് KP രാജേന്ദ്രനായി വാദിക്കുന്നവരുമുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജയെ നിർത്തണമെന്ന അഭിപ്രായം പാർട്ടിക്ക് മുന്നിലുണ്ട്. മാവേലിക്കരയിൽ AIYF സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രി A പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ CA അരുൺകുമാറിനെയാണ് പരിഗണിക്കുന്നത്.